കേരള MBBS BDS അലോട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് വളരെ വേഗത്തിൽ മിസ് ഇവിടെ വന്നിരിക്കുന്നത്. അതേപോലെ ഓപ്ഷൻ രജിസ്ട്രേഷന്റെ സ്കെഡ്യൂളും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓൾറെഡി കേട്ട് കാണും കേരളത്തിലെ MBBSന്റെയും BDSന്റെയും കേരളത്തിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകൾ 12 ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലെ MBBS സീറ്റുകൾ, അതേപോലെ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലെ പ്രൈവറ്റ് കോളേജുകളിലെ MBBS സീറ്റുകൾ, ഗവൺമെന്റിലെയും സെൽഫ് ഫിനാൻസിലെയും BDS സീറ്റുകൾ, ഇവിടേക്കുള്ള അലോട്ട്മെന്റ് പ്രോസസ് ആണ് ആദ്യം നടക്കുന്നത്. അതിന്റെ ഓപ്ഷൻ രജിസ്ട്രേഷന്റെ ഡേറ്റും കാര്യങ്ങളും ഒക്കെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. സ്കെഡ്യൂൾ ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. സോ വെബ്സൈറ്റ് അറിയാമായിരിക്കാം, www.ce.kerala.gov.in എന്നുള്ള വെബ്സൈറ്റിലൂടെയാണ് മക്കൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്താൻ സാധിക്കുക. ടൈം എന്ന് പറയുന്നത് ഓഗസ്റ്റ് 4 11:59 PM മുൻപാണ് കേട്ടോ. ഓഗസ്റ്റ് 4 11:59 PM മുൻപായിട്ട് നിങ്ങൾ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യണം. ഓക്കെ അല്ലേ? യെസ്. ആൻഡ് ഓപ്ഷൻ രജിസ്ട്രേഷന്റെ ടൈം ഞാൻ പറഞ്ഞു 11:59 PM ആണ് ഓഗസ്റ്റ് 4-ാം തീയതി. ഫസ്റ്റ് ഫേസ് പ്രൊവിഷണൽ, ആദ്യം ഒരു പ്രൊവിഷണൽ താൽക്കാലിക അലോട്ട്മെന്റ് ആണ് പ്രസിദ്ധീകരിക്കുക. അത് 5-ാം തീയതി പ്രസിദ്ധീകരിക്കും. ദെൻ 6-ാം തീയതി നിങ്ങളുടെ ആദ്യ അലോട്ട്മെന്റ് ഫസ്റ്റ് ഫേസ് അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കും. ഓക്കെ, ഫസ്റ്റ് ഫേസിൽ ആദ്യഘട്ടത്തിൽ തന്നെ അഡ്മിഷൻ ലഭിച്ച കുട്ടികൾ 7-ാം തീയതി മുതൽ ഓഗസ്റ്റ് 12-ാം തീയതി വരെ, ഓഗസ്റ്റ് 12 4 മണി വരെയാണ് നിങ്ങൾക്ക് കിട്ടിയ MBBS അല്ലെങ്കിൽ BDS സീറ്റുകളുടെ ഫീസ് അടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ടൈം. ഫീസ് എത്രയാണ് അടയ്ക്കേണ്ടത്? നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചെങ്കിൽ അലോട്ട്മെന്റ് മെമ്മോ കാണും. ആ അലോട്ട്മെന്റ് മെമ്മോയിൽ ഒരു ഫീസ് പറഞ്ഞിരിക്കും. ആ ഫീസാണ് നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ടുള്ളത്. അത് ഗവൺമെന്റിലായാലും സെൽഫ് ഫിനാൻസിങ് സെക്ടറിലായാലും. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കെഡ്യൂൾ എന്ന് പറയുന്നത്. ആൻഡ് ഇനി ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്തുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇത് MBBSന്റെയും BDSന്റെയും കേരളത്തിൽ MBBSും BDSും ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ഓപ്ഷൻ രജിസ്ട്രേഷൻ ആണ് ആരംഭിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓൾ ഇന്ത്യ പോലെയല്ല. ഓൾ ഇന്ത്യയിൽ നിങ്ങൾക്കറിയാം റൗണ്ട് 2-ൽ ഫ്രഷ് ആയിട്ട് നിങ്ങൾക്ക് ചോയ്സ് നൽകാൻ സാധിക്കും. പക്ഷെ കേരളയുടെ പ്രത്യേകത മൊത്തം 4 ഘട്ടങ്ങളാണുള്ളത്, 4 റൗണ്ട്സ് ആണുള്ളത്. 4-ാമത്തെ റൗണ്ട് എന്ന് പറയുന്നത് സ്ട്രേ വേക്കൻസി റൗണ്ടാണ്. ഏറ്റവും പ്രധാനപ്പെട്ട 3 ഘട്ടങ്ങളിലേക്കും ആദ്യം തന്നെ നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കുകയാണ്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ വിചാരിക്കുക ഞാൻ ഗവൺമെന്റ് മാത്രം കൊടുക്കാം, 2-ാമത്തെ ഘട്ടത്തിൽ എനിക്ക് ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയില്ലെങ്കിൽ സെക്കൻഡിൽ ഞാൻ സെൽഫ് ഫിനാൻസിങ് കൊടുക്കാമെന്ന് വിചാരിച്ചാൽ നടക്കുമോ? ഇല്ല, നടക്കില്ല. അതുകൊണ്ട് ആദ്യം തന്നെ നിങ്ങൾക്ക് വേണ്ട എല്ലാ ചോയ്സും എല്ലാ ഓപ്ഷൻസും നിങ്ങൾ നൽകുക. ആ ഒരു ഓപ്ഷൻസ് ആയിരിക്കും റൗണ്ട് 2-ലും നിങ്ങൾക്ക് പരിഗണിക്കുക. റൗണ്ട് 2-ൽ ഫ്രഷ് ആയിട്ട് ഓപ്ഷൻസ് കൊടുക്കാൻ വേണ്ടി സാധിക്കില്ല. അല്ലെങ്കിൽ പുതിയ കോളേജോ പുതിയ കോഴ്സോ ഒക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ അത് മാത്രം നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. നിലവിലുള്ള കോളേജിലേക്കോ കോഴ്സുകളിലേക്കോ നിലവിലുള്ള സീറ്റുകളിലേക്ക് നിങ്ങൾക്ക് വീണ്ടും ഫ്രഷ് ആയിട്ട് കൊടുക്കാൻ സാധിക്കില്ല. അപ്പോൾ ഒറ്റ തവണ തന്നെ വേണ്ട എല്ലാ ഓപ്ഷനുകളും നിങ്ങൾ നൽകുക. എല്ലാ ഓപ്ഷനുകളും നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ആഗ്രഹമുള്ള സീറ്റുകൾ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. കാരണം നിങ്ങൾക്കത് കിട്ടിയാൽ മസ്റ്റായിട്ടും നിങ്ങൾ അവിടെ ജോയിൻ ചെയ്യണം. നിങ്ങൾ ആഗ്രഹിക്കുന്ന സീറ്റിൽ മാത്രം കൊടുക്കുക. ഫസ്റ്റ് അലോട്ട്മെന്റിൽ ലഭിക്കുന്ന സീറ്റിൽ ജോയിൻ ചെയ്തില്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെന്റിലേക്ക് നിങ്ങളെ പരിഗണിക്കില്ല. നിങ്ങളുടെ അവസരം അവിടെ നഷ്ടപ്പെടുകയാണ്. അപ്പൊ സെക്കൻഡിലേക്ക് പോകാൻ നിങ്ങൾക്ക് പിന്നെ സാധിക്കില്ല. അപ്പൊ എവിടെ കിട്ടിയാലും അവിടെ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ക്ലിയർ അല്ലേ? യെസ്. അതേപോലെ 2-ാമത്തെ പോയിന്റ് അതാണ്. ആ പറയുന്ന ടൈമിൽ ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നു, അതിൽ കിട്ടുന്ന ആളുകൾ ആ പറയുന്ന ടൈമിൽ ജോയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ സെക്കൻഡ് അലോട്ട്മെന്റിലേക്ക് നിങ്ങളെ കൺസിഡർ ചെയ്യുകയില്ല. ക്ലിയർ അല്ലേ? യെസ്. ആൻഡ് അടുത്തത് പറയാനുള്ളത് ഫീസ് സ്ട്രക്ചറിനെ കുറിച്ചാണ്. എന്താണ് ഈ കഴിഞ്ഞ വർഷങ്ങളിലെ ഫീസ് സ്ട്രക്ചർ എന്നും രജിസ്ട്രേഷൻ ഫീ എത്രയാണെന്നും ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെന്റ് എന്നും സെപ്പറേറ്റ് ആയിട്ട് ഞാൻ വീഡിയോ ചെയ്യും. എല്ലാം കൂടെ കൺഫ്യൂഷൻ ആകാതിരിക്കാനാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ വർഷത്തെ ഫീസ് എത്രയാണ് സെൽഫ് ഫിനാൻസിങ് സെക്ടറിലൊക്കെ ഫീസ് വരിക എന്നുള്ളത് ഇതുവരെ വന്നിട്ടില്ല, ഇതുവരെ തീരുമാനമായിട്ടില്ല. അപ്പൊ കഴിഞ്ഞ വർഷത്തെ ഫീസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഓക്കെ, ആ ഫീസാണ് നിലവിൽ നിങ്ങൾ അടയ്ക്കേണ്ടത്. ഇനി ഫീസ് വർദ്ധിപ്പിക്കുകയാണെങ്കിൽ ആ വർദ്ധിപ്പിച്ച ഫീസ്, ഇപ്പൊ സെൽഫ് ഫിനാൻസിങ് സെക്ടറിൽ ഒരു കോളേജിൽ നിങ്ങൾ ജോയിൻ ചെയ്തു, അതിനുശേഷം അവർ അവിടുത്തെ ഫീസ് കൂട്ടുകയാണെങ്കിൽ വളരെ വലിയ രീതിയിലൊന്നും കൂട്ടില്ല, വളരെ വലിയ സ്കെയിലൊന്നും കൂട്ടില്ല. ബട്ട് ഒരു ഇൻക്രീസ് ഉണ്ടാകുകയാണെങ്കിൽ ആ ഒരു പേയ്മെന്റും കൂടെ നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ട് വരും ജോയിൻ ചെയ്തതിന് ശേഷം. ഓക്കെ അല്ലേ?
യെസ്. ആൻഡ് അടുത്തത് പറയുന്നത് നിങ്ങൾക്ക് ചില ആളുകളുടെ അലോട്ട്മെന്റ് അല്ലെങ്കിൽ നിങ്ങൾ റിസൾട്ട് നോക്കുന്ന സമയത്ത് അത് നിങ്ങൾക്ക് തടഞ്ഞു വെച്ചിരിക്കുന്നതായിട്ട് കാണാം അല്ലെ. കുറെ റീസൺസ് കൊണ്ടാണ് വിത്ത് ഹെൽഡ് എന്ന് കാണാം. ചില ആളുകളുടെ റിസൾട്ട് നോക്കുമ്പോൾ അവിടെ വിത്ത് ഹെൽഡ് എന്ന് കാണാം. കുറേ അധികം റീസൺസ് ആണ്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്കും നിലവിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ നിങ്ങൾക്ക് ഓപ്ഷൻസ് കൊടുക്കാനായിട്ട് സാധിക്കും. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ആ ഒരു റിസൾട്ട് തടഞ്ഞു വെച്ചിരിക്കുന്നത്, വിത്ത് ഹെൽഡ് ചെയ്തിരിക്കുന്നത്, അത് നീക്കം ചെയ്യാൻ ആവശ്യമായ ഡോക്യുമെന്റ്സ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. അതിനുശേഷം ഓഗസ്റ്റ് 2 ആ ഒരു റാങ്ക് പബ്ലിഷ് ചെയ്യും. ആ ഒരു റാങ്കിന്റെ പബ്ലിഷ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ വെച്ച ഓപ്ഷനിലേക്ക് കിട്ടിയാൽ പോയി ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണോ മിസ്സിംഗ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ എന്താണ് കറക്ഷൻ എന്നുള്ളത് നിങ്ങൾ അതെന്താണെങ്കിലും ക്ലിയർ ചെയ്യണം, ക്ലാരിഫൈ ചെയ്യണം. എന്നാലേ നിങ്ങൾ അലോട്ട്മെന്റിലേക്ക് പരിഗണിക്കൂ. നിങ്ങൾക്ക് നിലവിൽ ഓപ്ഷൻസ് വെക്കാനായിട്ട് സാധിക്കും. മിസ്ഹെൽഡ് ചെയ്ത കുട്ടികളുടെ കാര്യമാണ്. അതേപോലെ NRI കാൻഡിഡേറ്റ്സ് അപ്ലൈ ചെയ്യുന്ന ടൈമിൽ, നീറ്റിന് അപ്ലൈ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്ത സർട്ടിഫിക്കറ്റ്സ് ഒക്കെ എക്സ്പയർഡ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? ആ കാൻഡിഡേറ്റ്സ് ഒറിജിനൽ ഡോക്യുമെന്റ്സ് സിയുടെ വെബ്സൈറ്റിലേക്ക്, ഒറിജിനൽ ഡോക്യുമെന്റ്സ് ആ പറയുന്ന ലാസ്റ്റ് ഡേറ്റിനുള്ളിൽ നിങ്ങൾ ആ ഒറിജിനൽ ഡോക്യുമെന്റ്സ് സിയുടെ വെബ്സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എൻട്രൻസ് കമ്മീഷണർക്ക് നിങ്ങൾ ആ ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട്, സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് NRI കോട്ടയിലേക്ക് നിങ്ങളെ പരിഗണിക്കില്ല കേട്ടോ. NRI സ്റ്റേറ്റസ് നിങ്ങൾക്ക് കിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് വളരെ കെയർഫുൾ ആയിട്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്തുക. ഓൾ ദ വെരി ബെസ്റ്റ്.